എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫ്രം മെൻ, ഓൺലി മെൻ. ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSSകാർ, നമ്മുടെ സോ കോൾഡ് സംഘീസ്. ഞാനൊരു അവരുടെ ITC ക്യാമ്പ് OTC ക്യാമ്പ് രണ്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മെന്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൻ. ഒരു RSSകാരനായിട്ട് ഇടപഴകരുത്. ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം. ഹിസ് നെയിം ഈസ് നിതീഷ് മുരളീധരൻ. എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. ഹായ്, ഇന്ന് ഡേറ്റ് സെപ്റ്റംബർ 14, 10:26 സമയം. ഞാനിന്നോട് വന്നിരിക്കുന്നത് എൻ്റെ മരണം വഴിയായിട്ടാണ്. അപ്പം എല്ലാവരും ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്, എന്തിനായിരിക്കും സൂസൈഡ് ചെയ്യുന്നത്? ഇതിനൊക്കെ ഒരു ഉത്തരം ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അനന്തു അജി. I'm 26 years old, working as a software engineer, specialized in AI. അങ്ങനൊരു ലൈഫാണ്. ഞാൻ കൈൻഡ് ഓഫ് ഒരു ഇൻട്രോവേർട്ടഡ് പേഴ്സണാണ്. അങ്ങനെ ആരുടെടുത്തും അങ്ങോട്ട് കയറി സംസാരിക്കാറില്ല. കുറച്ച് ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ്. ആൻഡ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിനെ പറ്റിയിട്ടാണ്. എൻ്റെ ലൈഫ് എങ്ങനെയായി, ഐ എം സഫറിങ് ഫ്രം എന്തൊക്കെയാണ്. എല്ലാം ഈ വീഡിയോയിലുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു OCD പേഷ്യൻ്റാണ്. 1.5 വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് ഗുളിക മെഡിസിൻ എടുക്കുന്നുണ്ട്. കുറെ ഗുളികയുണ്ട്. മൂന്ന് 4 5 6 ഒരു കൂട്ടം കൂടെ ഉണ്ടോ? ഇല്ല, മേടിക്കണം. മൊത്തം അങ്ങനെ 7 കൂട്ടം ഗുളികകൾ ഈസ് മേക്കിംഗ് മീ അലൈവ്. ഇപ്പോഴെങ്കിലും കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഗുളിക എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ആന്റി ഡിപ്രസൻസ് പിന്നെ OCDകളും വരുന്നത്. ഇതൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഞാനൊരു വിക്ടിമാണ്, ആക്ച്വലി ഒരു റേപ്പ് വിക്ടിം. എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ എന്നെ കണ്ടിന്യൂസ്ലി സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ഐ ഗോട്ട് OCD. അതാണ് എൻ്റെ OCD എനിക്ക് ട്രിഗർ ആവാൻ കാരണം. എനിക്ക് എനിക്കത് അബ്യൂസ് ആണ് എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ വർഷം മാത്രമാണ്.
അബ്യൂസാണെന്ന് മനസ്സിലായതും ഈ അബ്യൂസ് കാരണമാണ് എനിക്ക് OCD വന്നത്. എനിക്ക് മനസ്സിലായത് വളരെ താമസിച്ചു. എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോ നല്ല കല്യാണം കഴിച്ച് നല്ല വെൽ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട്. അവനൊന്നും ഒന്നും അറിയണ്ട വാട്ട് ഐ ആം സഫറിങ് ഫ്രം. മൈ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി റൂയിൻ. OCD വന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞത്. ഇറ്റ്സ് റിയലി റിയലി ബാഡ്. അയാൾ എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ മുതൽ എന്നെ കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ തുറന്നാരടുത്തെങ്കിലും പറഞ്ഞു. ആൻഡ് ഐ ഡോണ്ട് നോ ദാറ്റ് വാസ് ആൻ അബ്യൂസ്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. തെളിവുണ്ടോ? എല്ലാവരും ചോദിക്കും തെളിവുണ്ടോ? എവിടെ? തെളിവില്ല. I have my notes here. That's why I'm നോക്കി പറയണം. എൻ്റെ ലൈഫിലെ ദി ബെസ്റ്റ് തിങ് എന്താന്ന് പറയാം, അതെൻ്റെ അമ്മയും സിസ്റ്ററുമാണ്. അത് കാരണമാണ് ഞാൻ ഇത്രയും കാലമെങ്കിലും ജീവിച്ചിരുന്നത്. ഇതുപോലൊരു പെങ്ങളെയും അമ്മയും കിട്ടാൻ സത്യം പറഞ്ഞാൽ പുണ്യം ചെയ്യണം. എനിക്കൊരിക്കലും ഒരു നല്ല മകനോ നല്ല ചേട്ടനാവാൻ പറ്റിയിട്ടുമില്ല. കുറെ ഇപ്പൊ പോലും അവരെ വേദനിപ്പിക്കും. എനിക്ക് എങ്ങനെ ഇത് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. എങ്ങനെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം എനിക്കറിഞ്ഞൂടാ. അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയും. എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫ്രം മെൻ, ഓൺലി മെൻ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSSകാർ, നമ്മുടെ സോക്കോൾഡ് സംഘീസ്. അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഭയങ്കര ടോർച്ചറാണ്. ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ITC ക്യാമ്പ് OTC ക്യാമ്പ് രണ്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മെന്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൻ. ചോദിച്ചറിയാം, ആരും തുറന്നു പറയാത്ത ദേ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൻ. ഓൾസോ സെക്ഷലി മാത്രമല്ല, അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും. അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട്. എനിക്കനുഭവം. പക്ഷെ എൻ്റെ അടുത്ത് തെളിവ് ചോദിച്ചാൽ എനിക്കില്ല, എൻ്റെ കയ്യിലില്ല. എവിടെ, എങ്ങനെ തെളിവ് കിട്ടും? അതും ഇത്ര വർഷം കഴിഞ്ഞ് ഒരാളൊന്നും പറയുമ്പോൾ എവിടെ തെളിവ്? ലൈഫിൽ ഒരിക്കലും ഒരു RSSകാരനായിട്ട് ഇടപഴകരുത്. പ്യൂർ അബ്യൂസേഴ്സ്.
ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നെ അബ്യൂസ് ചെയ്ത ആളുടെ പേരും എനിക്കറിഞ്ഞൂടാ. ഈ RSS ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല പലർക്കും നേരിട്ടിട്ടുണ്ട്. പലരും തുറന്നു പറയാത്തതാ. ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം. ഹിസ് നെയിം ഈസ് നിതീഷ് മുരളീധരൻ. എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. He continuously abused me. Continuously. So. അതൊക്കെ ഒരു അബ്യൂസ് ആണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ കഴിഞ്ഞ വർഷം. ഞാൻ ചെറുപ്പത്തിൽ അമ്മയൊക്കെ എന്നെ വഴക്ക് പറയുന്ന OCD പല കാര്യങ്ങളും ഇറ്റ്സ് ബിക്കോസ് ഓഫ് OCD എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്ത് ചെയ്യാൻ? ലൈഫ് ലോങ് റേപ്പ് ചെയ്യുന്നവർക്ക് റേപ്പ് ചെയ്തിട്ട് പോയാൽ മതി. ലൈഫ് ലോങ് ആണ് എന്റെ സഫറിങ്. ലൈഫ് ലോങ് ടിൽ ഡെത്ത് ഞാൻ സഫർ ചെയ്യണം. ആൻഡ് ദീസ് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഞാനൊരു വിധത്തിലാണ് ജീവിക്കുന്നത്. ഒരു വിധത്തില് എങ്ങനിത് ഇതാവും? എനിക്ക് ജീവിക്കാൻ വയ്യ. എനിക്ക് ശരിക്കും മടുത്തു. ശരിക്കും